അവസാനിപ്പിച്ച ഭാഗങ്ങളൊന്നും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ കേൾക്കുവാൻ നിങ്ങളുടെ ശ്രവണകുടങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. ഇനി അതിനോട് ചേർന്ന ഒരു വാക്യം നമുക്ക് ഇന്ന് രാത്രി വായിച്ച് അതിന്റെ അതിപ്രധാന ഭാഗത്തേക്ക് കടന്നു. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് വാക്യം അവിടെ കർത്താവ് പറയുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റ് ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? ഇത് കർത്താവ് പറയുന്നത് ആരോടാണ് എന്നുള്ളത് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായിട്ട് ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരും അവരോടൊപ്പം മറ്റു ചില കുറെ ആളുകളുമുണ്ട്. അവരൊരുമിച്ച് കർത്താവിനോട് ചോദിക്കുകയാണ്, ഉപമകളെ കുറിച്ച് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ കർത്താവ് 13-ാമത്തെ വാക്യത്തിൽ ചോദിക്കുകയാണ്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? ഈ ഉപമ ഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റ് ഉപമകൾ നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും? ഇപ്പൊ വരം ലഭിച്ചവരായ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉപമയുടെ സാരാംശം മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഒരു കർത്താവിന്റെ അടുക്കൽ വന്ന് അതിന്റെ സാരാംശം എന്താണ്, കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഉപമയ്ക്കകത്തോട് കർത്താവ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കും. സ്വർഗരാജ്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ വരം ലഭിച്ച ശിഷ്യന്മാരും ഉൾപ്പെടുന്ന ഒരു ചെറിയ പുരുഷാരത്തോടാണ് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ പൊരുൾ തിരിയാതിരുന്ന ശിഷ്യന്മാർ യേശു തനിച്ചിരിക്കുമ്പോൾ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോടുള്ള യേശുവിന്റെ ഉത്തരമാണ് നമ്മൾ വായിച്ച വാക്യം. എല്ലാവരെയും പോലെ ശിഷ്യന്മാരും ഉപമ ശ്രവിച്ചു. എന്നാൽ സ്വർഗരാജ്യത്തിന് മർമ്മം അറിയുവാൻ വരം ലഭിച്ചിരുന്ന ശിഷ്യന്മാർ അതിന്റെ പൊരുള് മനസ്സിലാകാതെ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാതെ ഇരുന്നു. ഈ വരം ലഭിച്ചവരും വരം ലഭിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരം ലഭിക്കാത്തവര് ഉപമയെക്കുറിച്ച് കേട്ടു, പക്ഷെ കൂടുതൽ അറിയുവാനായിട്ടുള്ള ഒരു താല്പര്യമോ ആഗ്രഹമോ ഒന്നും അവർക്കില്ല. അവര് കേട്ടു, അവരവരുടെ വഴിക്ക് പോയി. നമുക്കറിയാം, ഈ വലിയൊരു പുരുഷാരത്തോടെ കർത്താവ് ഉപമ പറഞ്ഞത്. പക്ഷെ ആ ഉപമയെക്കുറിച്ച് സംശയം ചോദിക്കാനായിട്ട് വന്നത് 12 ശിഷ്യന്മാർ, അവരുടെ കൂടെ കുറച്ചാളുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറയാം. കർത്താവ് സാധാരണ രീതിയിൽ സംസാരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും 5000-ഉം 7000-ഉം 10,000-ഉം ഒക്കെ ആളുകൾ ഉണ്ട്, ഇല്ലേ? പൊതുവെ കർത്താവിന്റെ പ്രഭാഷണ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ട്. ഈ 7000 പേരാണെങ്കിൽ 7000 പേരോടാണ് ഉപമ പറഞ്ഞത്. പക്ഷെ 7000 പേരിൽ 12 അപ്പോസ്തലന്മാരും ഇനി 100 പേരെ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടെന്ന് പറയാം. ശിഷ്യന്മാരല്ലാതെ 12 അപ്പോസ്തലന്മാരല്ലാതെ ഒരു 100 പേരും എന്ന് പറയാം 112 പേര് യേശുവിന്റെ അടുക്കൽ എന്ത് ചെയ്യാം, പിന്നീട് വന്ന് ആ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടുള്ള ആഗ്രഹത്തോടും വാഞ്ചയോടും കർത്താവേ നീ എന്താണ് പറഞ്ഞതിന്റെ സാരാംശം എന്ന് ചോദിക്കുക. അപ്പം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അല്ലെങ്കിൽ മാർമിക കാര്യങ്ങൾ അറിയാൻ വരം ലഭിച്ചവര് ഈ 112 പേരെ ഉള്ളു, ഈ 7000-ൽ. ബാക്കിയുള്ളവരൊക്കെ കേട്ടിട്ട് അവരെല്ലാം അവരുടെ വഴിക്ക് എന്ത് ചെയ്തു പോയി. അവർക്ക് സംശയവുമില്ല, കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹവും ഇല്ല. കേട്ടോ,
അതിന്റെ വ്യത്യാസം. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് വരം ലഭിച്ചു, പക്ഷെ ഏറിയ പ്രവാചകന്മാരും പിതാക്കന്മാരും ഒക്കെ ആഗ്രഹിച്ചിട്ടും അവർക്ക് ലഭിക്കാത്തതായ ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാനുള്ള വരം ലഭിച്ചവർ 7000 പേര് കേട്ടതിൽ ഞാനൊരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കണക്കല്ല. 7000 പേരോളം കേട്ടതിൽ 112 പേരെ ഉള്ളൂ എന്ത് ചെയ്യാനായിട്ട്, കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹവും ആകാംക്ഷയും താല്പര്യവും ഹൃദയത്തിൽ ഉണ്ടായിട്ട് യേശുവിനെ സമീപിക്കുന്നു. നമ്മളത് എന്ത് ചോദിക്കാം? നമ്മള് എല്ലാ സൺഡേയും ദൈവജനം സംസാരിക്കാറില്ലേ? ഇല്ലേ? നമ്മളെല്ലാം ദൈവാസന്മാരല്ലേ? നിങ്ങൾ സംസാരിച്ച ദൈവവചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി പിന്നീട് നിങ്ങളോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഭവന സന്ദർശനം എന്നപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല ഭാഷ കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ പറഞ്ഞാൽ അതെന്താ മനസ്സിലായില്ല, ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്നറിയോ? അത് തൃശ്ശൂർ പൂരം പോലെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഈ സംഭവങ്ങളല്ല. ഒരു വെടി പോകാം. കാരണം ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നുമില്ല, ആളുകൾ ഇതൊന്നും നേരെ കേൾക്കുന്നുമില്ല. പിന്നെ ഒരു ചടങ്ങിന് വേണ്ടി, ഒരു റെഗുലറായിട്ട് നടക്കുന്ന ഒരു സർവീസിന് വേണ്ടി അന്നേരം ക്ലബിൽ പോകുന്നത് പോലെ എന്ത് ചെയ്യുക, സഭയിൽ വന്ന് ശ്രോതാക്കളായിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇരുന്നേച്ച് പോകുക എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും എന്ത് നടക്കുന്നില്ല. കാര്യങ്ങൾ ദൈവജനം പറയുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും സംസാരിക്കുന്ന വചനം 100% മനസ്സിലാക്കിയിട്ടാണോ വിശ്വാസി പോകുന്നത്? അതുകൊണ്ടാണോ അവർക്ക് സംശയമൊന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് തർക്കം പോലും ഇല്ലാത്തതിന്റെ കാരണം 100% അവർക്കത് മനസ്സിലായിട്ടാണോ? അല്ല. അല്ല, ഇനി അവർക്ക് ഒന്നും മനസ്സിലാകാഞ്ഞത് കൊണ്ടാണോ? അല്ല. അവരിതിനൊന്നും എന്ത് കൊടുക്കുന്നില്ല, പ്രാധാന്യത നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേദപുസ്തക ഭാഷയിൽ യേശുവിന്റെ ചിന്തയിൽ പറഞ്ഞാല്, കേൾക്കുന്നെങ്കിലും ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉണ്ടാകാറുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയുമല്ലോ. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന ഷണ്ണനും തേരിനോട് ചേർന്ന് അതിവേഗതയിൽ നടക്കുന്ന ഫിലിപ്പോസും. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഷണ്ണൻ പറഞ്ഞ എന്താ? ഒരുവൻ പൊരുള് തിരിച്ചു തരായികയാൽ എങ്ങനെ ഗ്രഹിക്കും? വായനയിലൂടെ കുറച്ചൊക്കെ പുള്ളിക്ക് ഒരു പക്ഷെങ്കിൽ മനസ്സിലാക്കുക, 100% മനസ്സിലാക്കാനൊന്നും കാണുകയല്ല. ഒരു 10%, 20% വായനയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് 100% മാറ്റാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 100% അത് മനസ്സിലാകണമെങ്കിൽ മറ്റൊരുവൻ അതിന്റെ പൊരുൾ എന്ത് ചെയ്യണം? തിരിച്ചു തരണം. ഇത് തന്നെയാണ് യേശുവിന്റെ അടുത്ത് നടക്കുന്നത്. യേശു പബ്ലിക്കിൽ പ്രസംഗിച്ചപ്പോൾ 7000 പേരോടാണ് സംസാരിച്ചത്. 7000 പേരും അത് കേട്ടു. പക്ഷേ 7000 പേരും അതിന്റെ പൊരുൾ തേടി വന്നില്ല. മറിച്ച് 12 അപ്പോസ്തലന്മാരും അവരോടുകൂടെ കുറച്ച് ആളുകളുമാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാനുള്ള ആഗ്രഹത്തോടെ യേശുവിനെ സമീപിച്ചത്. ഇവരാണ് വരം ലഭിച്ചവരെന്ന് പറയുന്നത്. ബാക്കിയൊന്നും വരം ലഭിച്ചവരല്ല, കേൾക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ ഉണ്ടാകാതെ പോകുകയാണ്. ദൈവവചനം കേൾക്കുക, അതിന്റെ പൊരുള് ഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ യേശുവിന്റെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ യേശു സംസാരിക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചാല് കർത്താവ് ആവർത്തിച്ചു പറയുന്ന പല കാര്യങ്ങളുണ്ട്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നില്ലേ? എല്ലാവരും ചെവിയുള്ളവരാ, പക്ഷെ അതിനകത്ത് ഗ്രഹിക്കുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. എല്ലാവരും കേൾക്കും, പക്ഷെ എല്ലാവരും ഗ്രഹിക്കത്തില്ല. എല്ലാവരും കേട്ട് മറന്നു പോകുന്നവരാ. നമുക്കറിയാം, നമ്മള് ദൈവവചനം സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചെവി കൊണ്ട് ഇത് കേൾക്കും. പക്ഷെ
അത് ചെവിയിൽ തട്ടി പ്രതിഫലിച്ച് അത് പുറത്തേക്ക് പോകത്തേ ഉള്ളൂ നല്ലൊരു ശതമാനം ആളുകളിൽ. അതിൽ വളരെ വിരളം ആളുകളിൽ മാത്രമേ അത് ചെവിയിലൂടെ പ്രവേശിച്ച് ഹൃദയത്തിലേക്ക് കടന്നു വരാറുള്ളൂ. അത് ഗ്രഹിച്ചവർക്ക് മാത്രമേ ഹൃദയത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റൂ. അതാണ് അവർക്ക് പ്രയോജനമായി മാറുന്നത്. അത് രക്ഷയായിട്ട് മാറാം, വിശുദ്ധീകരണമായിട്ട് മാറാം. ജീവിതത്തിൽ എന്താണോ അത് സംസാരിച്ച വചനം, അതിന്റെ പ്രവൃത്തി, ആ വചനം നിവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഞാനൊരു വാക്യഭാഗം അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വേറൊരു വിഷയത്തെ കുറിച്ച് പറയുന്നതെങ്കിലും ഇത് മനസ്സിലാകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14, 15, 16, 16 വാക്യങ്ങൾ, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുന്നൊരു വാക്യമുണ്ട് അവിടെ. ഇങ്ങനെയാണ്: എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുകയും. കണ്ടോ, എടുത്തു പറയുന്നത് കേട്ടുകൊള്ളുകയെന്നല്ല, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുകയും. ഓക്കെ, കർത്താവ് പറയുകയാണ് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുകയും. അടുത്തത്, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നതൊന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല. അവരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കേൾപ്പ ചെവിയുള്ളവൻ കേൾക്ക്. കണ്ടു, ആദ്യം കർത്താവ് വാക്ക് പറഞ്ഞു തുടങ്ങുന്നത് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുകയും. പക്ഷെ ഇതെല്ലാവരും കേൾക്കും, എല്ലാവരും ഗ്രഹിക്കുകയില്ല. എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. 100 പേര് കേട്ടാൽ അതിനകത്ത് ചിലപ്പോൾ 2 പേര് അല്ലെ 5 പേർക്കായിരിക്കും നമ്മൾ പറയുന്നതിന്റെ സാരാംശം ഗ്രഹിക്കാൻ കഴിയുക. എല്ലാവരും ചെവി കൊണ്ട് കേട്ടേച്ച് അങ്ങ് വീട്ടിൽ പോകും. ഇത് എല്ലാ ഇടത്തും നടക്കുന്ന കാര്യമാണ്. അത് കർത്താവിന്റെ പ്രസംഗത്തിലോ കർത്താവിന്റെ പഠിപ്പിക്കലിൽ മാത്രമല്ല, ഇത് എല്ലാ ഇടത്തും നടക്കുന്ന സംഭവം. അതുകൊണ്ട് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോടും അല്ലെങ്കിൽ ഇവരോടും പറയുന്നത്, നിങ്ങളും ഇത് ഗ്രഹിക്കുന്നില്ലയോ? ഇത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുപമകൾ എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ ഈ വരം ലഭിച്ചവരും വരം ലഭിക്കാത്തവരും നമ്മളുടെ വ്യത്യാസം മനസ്സിലായോ? വരം ലഭിക്കാത്തവര് കേൾക്കും, അവരവരുടെ വഴിക്ക് പോകും. വരം ലഭിച്ചവര് കേട്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇതാണ് വരമുള്ളവന്റെ പ്രത്യേകത. ഇതാണ് വരമുള്ളവരും വരമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കിനി അതിന്റെ ഉപമയുടെ പൊരുളിലേക്ക് കർത്താവ് പ്രവേശിക്കുന്ന ഭാഗമാണ് അടുത്ത വാക്യം നമ്മൾ വായിക്കും. അതിന്റെ 18-19 താഴോട്ട് നമ്മൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉപമയുടെ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്, എന്താണ് കർത്താവ് അതിനകത്തൂടെ അവരെ അറിയിക്കാൻ ആഗ്രഹിച്ചത് എന്നുള്ള അതിന്റെ യഥാർത്ഥ പൊരുള് അവരെ കർത്താവ് ഗ്രഹിപ്പിക്കും. പൊരുള് തിരിയുകയായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞ ശിഷ്യന്മാര് അവരോടുകൂടെയുള്ള ഒരു പക്ഷമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-18 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളും. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ എന്ന കർത്താവ് പറയുന്നു. അത് മർക്കോസ് 4:14 ഉണ്ട്, ലൂക്കോസ് 8:11 നമുക്കത് കാണാനായിട്ട് 3 സുവിശേഷകന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾപ്പിൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെയും അവരുടെ കൂടെയുള്ള ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുകൊണ്ട് കർത്താവ് ഉപമയുടെ സാരാംശം പറയുകയാണ്. ശ്രദ്ധ തിരിച്ച്
ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് അതിന്റെ സാരാംശം മനസ്സിലാക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കേൾക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കപ്പെടുമ്പോൾ പൊരുള് തിരയുന്ന ആളുകൾക്ക് മാത്രമേ പൊരുള് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. കേൾക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരാം, പക്ഷെ പൊരുൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് പൊരുള് മനസ്സിലാക്കാൻ ഹൃദയംഗമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പൊരുള് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭ്യമാകൂ. ഇനി കർത്താവ് പറയുന്ന പൊരുളിലേക്ക് നമുക്ക് വരാം. 19ാമത്തെ വാക്യം, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടു. ഉപമയില് ആരംഭത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഉപമയിൽ അല്ലെങ്കിൽ ഈ ഉപമയിൽ 3 വിഷയങ്ങളാണ്, അല്ലെങ്കിൽ 3 വിഷയങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിത്താണ്. വിത്ത് ദൈവവചനമാണെന്നുള്ളത് വ്യക്തമാണ് അവിടെ. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. അത് മർക്കോസ് 4:14 മർക്കോസ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വിതയ്ക്കുവാനായിട്ടാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ദൗത്യം, അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നതും വിതയ്ക്കുവാൻ